ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഞാനിന്ന് നമ്മുടെ എടപ്പള്ളി ഷോറൂമിലാട്ടോ നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ് സെറ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നല്ല അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ വെഡ്ഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എൻഗേജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് എങ്ങനെ പർച്ചേസ് ചെയ്യാം, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. വെറും 5 പവനിലൊക്കെ ഉള്ള സെറ്റാട്ടോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഓപ്ഷൻ നിങ്ങൾക്ക് മാല മാറണമെങ്കിൽ മാറാം, ബാംഗിൾസ്, ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസ് കാണാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസുമായിട്ട് ഓരോ വീഡിയോയിൽ ഞങ്ങൾ വരുന്നത് വെറൈറ്റി കളക്ഷൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വീഡിയോസ് ആയിട്ട് കാണിക്കണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നേരെ ഡീറ്റെയിൽസിലേക്ക്. അപ്പോൾ അതായത് നോക്കി, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു നെക്ക് പീസ് ആട്ടോ ഞാനിത് കാണിക്കുന്നത്. ഇത് നിങ്ങൾ എൻഗേജ്മെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാരേജിന് നിങ്ങളുടെ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി ആഫ്റ്റർ മാരേജ് ആവട്ടെ, നിങ്ങൾക്ക് എന്ത് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാം, ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഒക്കേഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടി ആട്ടോ ഇത്. ഇതിൻ്റെ വെയിറ്റ് ഞാനൊന്ന് പറഞ്ഞത് 18 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഇത്. അടിപൊളി കിട്ടുന്ന ഐറ്റമാണ്. അടിപൊളിയല്ലേ എന്നൊക്കെ ഒരു 2 പവനിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ ഈ കാണിച്ചത്. ഇനി അതിന് മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ ആ ഒരു രീതിയിൽ തന്നെ നമുക്കൊരു ലക്ഷ്മി ദേവിയൊക്കെയാണ് വരുന്നത്. വെറും 15 ഗ്രാംസ് 2 പവൻ അടുപ്പിച്ച് വരുന്ന, 2 പവൻ ഇല്ല തികച്ച്, എന്താ പറയുക, ഒരു 500 മില്ലിയുടെ കുറവുണ്ട്. നല്ല ഭംഗി തന്നെ 15,520 ആ ഒരു റേഞ്ചിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബാംഗിൾസും കൂടി ഞാൻ ഈ ഒരു എന്താ പറയുക നെക്ക് പീസിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ പെയർ ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിൽ എന്ന് വെച്ചാൽ ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, വർക്കിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ട് നമുക്കൊരു ബാംഗിൾ വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 7.9 ഗ്രാംസ്, ഒരു 8 ഗ്രാമിലാട്ടോ ഈ ഒരു ബാംഗിൾ വരുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചോയ്സ് ആട്ടോ ഞാൻ വെക്കുന്നത്. ഇനി ഇതും പോരാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ ഏകദേശം സെറ്റ് ചെയ്യുന്ന രീതി ഞാൻ ഒന്ന് കാണിച്ചു തരാണ്. അതുപോലെ നമുക്കൊരു റിങ്സ് കണ്ടോ, 1.6 ഗ്രാംസ്. ഒരുപാട് റിങ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ അതിലൊരു റിങ്സ് എടുത്ത് വെച്ചതാട്ടോ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിനോട് ഏകദേശം ഒരു മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ വെച്ചതാണ്. ഇനി നമുക്ക് അതിനൊരു ഇയറിംഗ് കൂടി വേണ്ടേതാ. ഇത് നോക്ക്, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഇയറിംഗ് വെറും 1/2 പവനിൽ 4.1 ഗ്രാംസ്, അതായത് 4 ഗ്രാമിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഇയറിംഗ് കൂടി ഇതിന് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം നമുക്ക് ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് ആട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്കറാണ്. ഇത് കണ്ടോ, സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട്, ഒത്തിരി സ്റ്റോൺസ് ഒന്നുമില്ല, അത്യാവശ്യം സെൻറ്റർ പോർഷനിൽ മാത്രം ഒരു സ്റ്റോൺ വന്നിട്ട് വെറും 14 ഗ്രാമാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി ആൻറ്റിക്കിൻ്റെ ബാംഗിൾ തന്നെയാണ് വെക്കുന്നത്. നമുക്ക് ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആൻറ്റിക്കിൻ്റെ കളക്ഷൻ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വെറും 15 ഗ്രാംസ് ആണ് കേട്ടോ ഈ ഒരു ബാംഗിൾസിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ അതിലേക്ക് പെയർ ചെയ്യാനായിട്ട് ഞാനൊരു സൂഫി സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു റിങ് കൂടി വെക്കുന്നുണ്ട്. അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4 ഗ്രാംസ് ആട്ടോ. 4 ഗ്രാംസിൽ വരുന്ന ഒരു റിങ് കൂടി ഞാൻ ഇതിനകത്ത് പെയർ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ്. ഇനി ആ സ്റ്റോൺസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കളക്ഷൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം കേട്ടോ. വെറും 3 ഗ്രാംസിൽ വരുന്ന ഈ ഒരു റിങ് ആണെങ്കിലും നമുക്കിതിൽ പെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് സിമ്പിളായിട്ട് ഇത് നോക്കി നല്ലൊരു സ്റ്റഡ് കൂടി ഞാൻ ഇതിൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഐറ്റംസ് അല്ലേ? ഈ ഒരു സെറ്റ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ വന്നിട്ട്. ഇനി ഞാനൊരു ബ്ലാക്ക് സെറ്റ് കാണിച്ചു തരാം കേട്ടോ. അതായത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മറ്റൊരു സെറ്റാണ്. ബ്ലാക്ക് സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടൊരു 14 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. ഇനി ഇതിന് നല്ല കറക്റ്റ് മാച്ചിങ് ആയിട്ടൊരു ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. ഇതും അടിപൊളിയായിട്ട് നമുക്ക് എൻഗേജ്മെൻറ്റിന് കൊടുക്കാവുന്ന ഒരു ഐറ്റം ആട്ടോ. ഇനി അതിന് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഡാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഈ ചോക്കറൊക്കെ ഇടുമ്പോഴത്തേക്കും സിമ്പിളായിട്ടൊരു സ്റ്റഡാണ് അതിന് ഏറ്റവും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊരു സ്റ്റഡ് വരുന്നുണ്ട്. അതുപോലെ ഒരു റിങ് കൂടി ഞാൻ പെയർ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ബ്ലാക്ക് മയത്തിൽ. ഞാനിപ്പോൾ ഈ ഒരു സെറ്റ് എന്താണെന്ന് അറിയുമോ, നല്ലൊരു ബ്ലാക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന കേട്ടോ. ബ്ലാക്ക് അടിപൊളിയായിരിക്കും, ഏത് കളേഴ്സിൻ്റെ കൂടെയും മാച്ചായിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ മാച്ചായിട്ട് പോകുന്നതാണ് നമ്മുടെ ആൻറ്റിക്കും. ആ 2 ഫിനിഷിങ്ങിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം എൻഗേജ്മെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ബ്രോഡായിട്ടുള്ള വർക്കുള്ള നല്ല ഡ്രസ്സുകളായിരിക്കുമല്ലോ വെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് കല്യാണമൊന്നുമല്ലല്ലോ, എൻഗേജ്മെൻ്റ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാട്ടോ ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ ഇതിലിപ്പോൾ ഞാൻ പ്രഷ്യസ് കാണിച്ചു, അതുപോലെ ആൻറ്റിക്കിൻ്റെ 2 സെറ്റ് കാണിച്ചു, അതുപോലെ ഡയമണ്ട്സിൻ്റെ ഒരുപാട് ചോയ്സസ് കാണിച്ചു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണ്, ഇതിലേത് സെറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നൊന്ന് താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡയമണ്ട്
ഡയമണ്ട് സെറ്റാണ് കേട്ടോ. ഡയമണ്ട് സെറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹാർട്ട് ഡിസൈൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരുപാട് ഡിസൈൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊക്കെ തരാട്ടോ. ഒരുപാട് കളക്ഷൻസ് ഇരിപ്പുണ്ട്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കളക്ഷൻ കേട്ടോ. ഇത് കണ്ടോ. അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഹാർട്ടിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ഒക്കെ പറയും പോലെ. അതുകൊണ്ട് ഞാൻ ഹാർട്ടിൻ്റെ വെച്ച ഫുൾ ഹാർട്ടിൻ്റെ സെറ്റാട്ടോ ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അതുപോലെ ഇത് വെയിറ്റ് വരുന്നത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒരു 12 ഗ്രാം ആട്ടോ ഗോൾഡ് വെയിറ്റ് വരുന്നത്. 68 സെൻറ്റിൽ അടിപൊളിയായിട്ട് വരുന്ന ഒരു നെക്ക് പീസാണ്. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എൻഗേജ്മെൻറ്റിന് യൂസ് ചെയ്യാം, ആഫ്റ്റർ മാരേജ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പാർട്ടി വെയർ ആയിട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ടല്ലേ വരുന്നത്. ഇനി അതിന് പെയർ ചെയ്യാനായിട്ട് ഞാൻ ബാംഗിൾസിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാം. നിങ്ങൾക്ക് ഏത് ബാംഗിൾസ് വേണമെങ്കിലും ഇതിന് പെയർ ചെയ്യാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് നോക്ക്, നമ്മുടെ നെക്ക് പീസ് ഞാനിങ്ങനെ വെക്കുകയാണ്. അതിന് മാച്ചിങ് ആയിട്ട് ഇതാ ഈ ഒരു 3 ടൈപ്പിൽ ഞാൻ ബാംഗിൾസ് വെക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഹാർട്ടിൻ്റെ തന്നെ 3 ഡിസൈൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം കേട്ടോ. അതായത് ഇതൊക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട്. കണ്ടോ, കറക്റ്റ് മാച്ചിങ്ങിൽ വരുന്നില്ലേ നോക്കി. നല്ല ഭംഗി തന്നെ വരുന്ന ബാംഗിൾസ് വരുന്നുണ്ട്. ഇനി ഇതാ റിങ്സ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ കുറേ ഹാർട്ടിൻ്റെ റിങ്സുകൾ ഇതാ ഇതുണ്ടോ. ഇതൊക്കെ കറക്റ്റ് നമുക്ക് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 റിങ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ചോയ്സ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇനിയും ഇവിടെ ഹാർട്ടിൻ്റെ ഒരുപാട് ബാംഗിൾസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പെയർ ചെയ്യാം. ഞാൻ കുറച്ചെടുത്ത് കാണിക്കുന്നതാണ് കാണുന്നത്. അതേപോലെ അതേ സ്റ്റഡ് നോക്കി, കറക്റ്റ് നല്ല ഭംഗിയില്ലേ ഹാർട്ടിൻ്റെ തന്നെ സ്റ്റഡ് വരുന്നുണ്ട്. സ്റ്റഡിൻ്റെ ഒക്കെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 2 ഗ്രാമൊക്കെ കേട്ടോ ഗോൾഡ് വെയിറ്റ് വരുന്നുള്ളൂ. അതാ രസം. ഇതുണ്ടോ, കറക്റ്റ് പെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡുകളാണ്. ഈ സ്റ്റഡും ഒരു 2 ഗ്രാം തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. റിങ്സുകളാണെങ്കിലൊക്കെ ഒന്നും പറയണ്ട, 2 ഗ്രാമിൽ കൂടുതൽ പോലും 1 ഗ്രാമാണ് ഈ ഒരു റിങ് വരുന്നുള്ളൂ. അതുപോലെ അടുത്തതായത് നോക്കിയേ, ഇതും ഒരു 2 ഗ്രാമാണ് വരുന്നുള്ളൂ കേട്ടോ. അടിപൊളി കളക്ഷൻസ് അല്ലേ നോക്കിയേ, ഒന്നും പറയണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാംഗിൾസ് ഇഷ്ടമല്ല എന്നുള്ളവരുണ്ടാവുമല്ലോ, ചിലർക്ക് ബ്രേസ്ലെറ്റ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാനൊരു ബ്രേസ്ലെറ്റ് ഞാൻ ഇതിന് പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇത് നോക്കി, നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. ഹാർട്ട് ഡിസൈനിൽ തന്നെ ഇതായിരിക്കും ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, അത് കറക്റ്റ് മാച്ചിങ് ആണ് കേട്ടോ. അങ്ങനെ ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിലും പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എല്ലായിടത്തും പോയിട്ട് ഡയമണ്ട്സ് കളക്ഷൻസൊക്കെ ഒരുപാട് കണ്ടുണ്ടാവും. പക്ഷെ ഒരുപാട് ഹെവി വെയിറ്റും അതുപോലെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടൊക്കെ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എടുക്കാതെ പോന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാരേജ് കഴിഞ്ഞവർക്കാണെങ്കിലും ഇനി മാരേജിന് മുന്നുള്ളവർക്കാണെങ്കിലും ഇനി കോളേജ് സ്റ്റുഡൻസിനൊക്കെ പറ്റുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബ്രേസ്ലെറ്റും നെക്ക് പീസൊക്കെ വളരെ കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് നമ്മുടെ എടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, തൃശ്ശൂർ ബ്രാഞ്ചുകളുണ്ട്. പിന്നെ റിങ്സിൻ്റെ സ്റ്റഡിൻ്റെ ഒക്കെ കളക്ഷൻസൊക്കെ നമ്മുടെ അരൂർ, എരമല്ലൂർ, തുറവൂർ ബ്രാഞ്ചുകളിൽ. ഇപ്പോൾ എരമല്ലൂരൊക്കെ ഉണ്ട് കേട്ടോ. നെക്ലസ് എന്താ പറയുക, കോളേജ് വുമൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലസൊക്കെ നമ്മുടെ എരമല്ലൂർ ബ്രാഞ്ചുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് നമ്മുടെ ദുബായ്, ഷാർജ, സഫാരി മാളിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഷോറൂമിലും ഇതുപോലുള്ള ഡയമണ്ട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റിനായിട്ടും വർക്കിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നാട്ടിലും മാത്രമല്ല, നമുക്കവിടെ UAE-ലും ഇതുപോലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ കാണിച്ച സെറ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കളക്ഷൻസ് അല്ല ഇപ്പോൾ നമ്മുടെ ആൻറ്റിക്കിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണിച്ചത് സിംഗപ്പൂർ കാണിച്ചു, അതുപോലെ പ്രഷ്യസ് കാണിച്ചു, ഡയമണ്ട്സ് കാണിച്ചു. ഈ ഡയമണ്ട്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്നിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചതാണ്. റിങ്സും ഇതെല്ലാം കൂടി നിങ്ങൾക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചതാണ്. ഇനി ഇതിലും വെയിറ്റ് കുറഞ്ഞ, ഇതിലും എമൗണ്ട് കുറഞ്ഞ രീതിയിൽ ഡയമണ്ട്സ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിലും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നൂൽ നെക്ലസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് സെറ്റ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ പ്രഷ്യസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സിംഗപ്പൂർ ഇതിൽ മാത്രമാണ് ഞാൻ കാണിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ആൻറ്റിക്കിലാണ് വേണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസുമായിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക. അതിൻ്റെ അകത്തെല്ലാം ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്, നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം ഇടുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഐറ്റംസ് ഒക്കെ നിങ്ങൾ ലോങ്ങിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ തന്നെ എൻഗേജ്മെൻറ്റ് സെറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം കേട്ടോ. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സ്കീമിൽ ചേരാനാണെങ്കിലും അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനാണെങ്കിലും എല്ലാം നമുക്ക് ഓൺലൈനാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒരു കയ്യെത്തും ദൂരത്ത് തന്നെ നമ്മുടെ മഹാരാജ ഉണ്ട്, അതൊരിക്കലും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.